നമ്മള് ഓണത്തിന് പോവല്ലേ പരിപാടി അസോസിയേഷന്റെ. ചേട്ടൻ്റെ അവിടുത്തെ ഓണൊക്കെ ഇങ്ങനത്തെ നാട്ടില് പണ്ടത്തെ ഓണം എന്തായിരുന്നു? തറവാട്ടിലാണ് എന്ന് പറഞ്ഞു. അത്തപ്പൂക്കളം അത്തം ഒന്നോട്ട് അത്തം തൊട്ട് തുടങ്ങല്ലോ. തുമ്പപ്പൂ പറിക്കുമ്പോൾ പരിപാടികളൊക്കെ കുറെ ഉണ്ടായിട്ടാണ് പിള്ളേര് കമ്പനിക്കുളം വളത്തിലൊക്കെ പോവാ തുമ്പപ്പൂ പറിക്കാൻ പൂക്കളിടലും. പിന്നെ അത് കഴിഞ്ഞ് ഈ കാക്കേരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കില്ലേ വേണ്ടിയിട്ട് ഞാനിപ്പോഴും ഒക്കെ ഈ നമ്മുടെ തേലപ്പള്ളി കമ്പനിയിലേക്ക് കളിമണ്ണെടുക്കാൻ പോണതും അവിടെ ബാക്കിൽ അന്തപ്പേട്ടല്ലേ വെച്ച് പോയ അന്തപ്പേട്ടനാണ് ആ ഏരിയയിലത്തെ മീനാണ്. അപ്പൊ അന്തപ്പേട്ടനാണ് കാണുമ്പോ ജനാർദ്ദനോട് ഉണ്ട് നല്ല ആ ഏരിയയിലല്ല. അവിടെ പോയിട്ട് അന്തപ്പേട്ടൻ പറയാം അവിടെ നിർത്തണം പറയും. കളിമണ്ണ് ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വരുന്നുണ്ടാവേ. ഇത് ലാസ്റ്റ് ഓടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബെസ്റ്റ് പീസ് കിട്ടും എണ്ണയ്ക്ക് പറ്റിയിട്ടുള്ള ആ പീസിന് 2 എടുത്തിട്ട് കാക്കേരിപ്പുണ്ടാക്കാനുള്ള കളിമണ്ണ് എന്നിട്ട് രാധാമീളാമിന് ഉണ്ടാക്കുന്നതാണ് മെയിനായിട്ട് മേളാമൊക്കെ അറിയാം. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇവിടെ ഈ കുട്ടിയാശ്ശേരി എന്ന് പറഞ്ഞ ആശേരി നമുക്ക് കിട്ടും നമ്മളെ പണിക്ക് വരുന്നത്. ആളെ കൊണ്ട് നമ്മൾ മരത്തിട്ട് ഉണ്ടാക്കി അത് അന്ന് തന്നെ കുറെ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാറില്ല. പിന്നെ ഉണ്ടാക്കും മെയിനായിട്ട് പറഞ്ഞ 1-2 പൊട്ടിപ്പോയല്ലേ അടുത്ത കൊല്ലത്തേക്ക് ചിലപ്പോൾ ഉടനെ അപ്പൊ ഉണ്ടാക്കും. പിന്നെ പുള്ളി കുത്തണ എല്ലാവർക്കും പിള്ളേർക്ക് എല്ലാവരും പിന്നെ ഓണസദ്യ കായക്കലൊക്കെ ഒരു 10 ഒരു സ്റ്റോർ റൂം അതിൽ ഇങ്ങനെ ഒരു മിനിമം 10-12 ഉണ്ടാവും എൻ്റെ ഓർമ്മയിൽ. അതൊക്കെ നമ്മൾ മേടിക്കണല്ല കേട്ടോ. ഒക്കെ പറമ്പിലുണ്ടായത് അച്ചാച്ചൻ ഉണ്ടാക്കിയ വാഴ വെച്ച് ആ വാഴയിൽ നിന്ന് വെട്ടിയത്. പിന്നെ സൈക്കിളോട്ട് അന്ന് സൈക്കിളോട്ട് ഈ ഓണത്തിന് അന്ന് അങ്ങനെ വലിയ അത് കാശ് കൊടുത്ത് മേടിക്കില്ലല്ലോ. അന്ന് വീട്ടിലുള്ള പറമ്പിലൊക്കെ ഉള്ള പൂക്കളല്ല 6 മാസം എന്നുള്ള പൂവൊക്കെ ഉണ്ട്. അതാണ് നമ്മള് കാക്കേരിത്തുമ്പോ വെക്കുക. തൊട്ടപ്പുറത്ത് കമ്മ്യൂണിറ്റിലൊക്കെ ആ മൂലയിലൊക്കെ നിറയുന്നത്. ഓർമ്മകൾ പോയി